എന്തും തുറന്നു പറയാൻ പറ്റണം, ഒരു കംഫർട്ട് സോൺ ആവണം. അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഹോം എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു വ്യക്തി ഉള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അനിയത്തി ആട്ടോ അത്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആദ്യം ഓടിപ്പോയി പറയുന്നത് അവളുടെ അടുത്താണേ. അവൾക്ക് ജോലിയായി ആള് നേരെ കോയമ്പത്തൂർക്ക് പോയിട്ട് 2 മാസം കഴിഞ്ഞാട്ടോ ഇപ്പതാ വരണേ. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 20 വർഷത്തില് ഇത്രയും നാള് പിരിഞ്ഞു പോകുന്നൊരു കഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. ആദ്യമൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 2 പേരിലും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പയ്യെ നമ്മളതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ലീവ് കിട്ടിയവള് നാട്ടിലേക്ക് വരുന്ന കാര്യം എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയാവുള്ളായിരുന്നു. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളങ്ങ് കോയമ്പത്തൂരിന്ന് ഇങ്ങ് എറണാകുളം വരെ വരുന്നത് വരെ ട്രെയിനിലാണ്. അതെല്ലാം ഓർത്ത് അച്ഛൻ വെറുതെ ടെൻഷൻ കയറും. അങ്ങനെ പറയാതെ വന്നതിന്റെ പ്രതികരണം എന്താന്ന് പോലും അറിയാതെ നേരെ നമ്മൾ അങ്ങ് കയറി ചെന്നൂട്ടാ. അച്ഛനാണെന്നുണ്ടെങ്കിൽ കണ്ടപ്പോഴത്തേക്കും എന്താ പറയാ, ഭൂമി മൊത്തം കൈ കിട്ടിയ സന്തോഷമായിരുന്നു കേട്ടാ. എനിക്കും ഇതൊക്കെ കണ്ടപ്പോ എന്തോ ഒരു സന്തോഷം. അങ്ങനെ അച്ഛനോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടാ. വഴിയിൽ വെച്ചിട്ട് പിള്ളേരെല്ലാരും കൂടെ അങ്ങ് വട്ടം കൂടി. കാരണം കുറെ ആയല്ലോ കണ്ടിട്ട്. അങ്ങനെ സുഖവിവരങ്ങളൊക്കെ തിരക്കി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ.